യേശു നന്മയ്ക്കായി തീർക്കും. എന്റെ ദൈവം സാഹചര്യങ്ങളെ മാറ്റും. എന്റെ യേശു നന്മയ്ക്കായി തീർക്കും. എന്റെ നാഥൻ വേദനകളെ മാറ്റും. മാറ്റും 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 മാറ്റും. ഞാനത് കണ്ടിട്ടുണ്ട്, ഞാനത് കേട്ടിട്ടുണ്ട്, ഞാനത് കണ്ടിട്ടുണ്ട്, ഞാനത് കേട്ടിട്ടുണ്ട്, ഉണ്ട്, കണ്ടിട്ടുണ്ട്, ഉണ്ട്, കേട്ടിട്ടുണ്ട്. ിനെ ഞാൻ നോക്കുകയില്ല, കാണുന്നതൊക്കെയും താൽക്കാലികം. ഇപ്പോഴുള്ളതിനെ ഞാൻ നോക്കുകയില്ല, കാണുന്നതൊക്കെയും താൽക്കാലികം. വരുവാനുള്ളതോ കാണാനുള്ളതോ, വരുവാനുള്ളതോ കാണാനുള്ളതോ തേജസ്സിന്റെ നിത്യഗാനമാണ്, തേജസ്സിന്റെ നിത്യഗാനമാണ്. ഞാനത് കണ്ടിട്ടുണ്ട്, ഞാനത് കേട്ടിട്ടുണ്ട്, ഞാനത് കണ്ടിട്ടുണ്ട്, ഞാനത് കേട്ടിട്ടുണ്ട്, ഉണ്ട്, കണ്ടിട്ടുണ്ട്, ഓ ഉണ്ട്, കേട്ടിട്ടുണ്ട്. മിറക്കിൾ സൺഡേ തൃശൂരിൽ മാർച്ച് 2 രാവിലെ 10:30 മുതൽ. സ്ഥലം താണ്ടിയേക്കൽ കൺവെൻഷൻ സെന്റർ, എലൈറ്റ് ഹോസ്പിറ്റലിന് സമീപം, കുറുക്കഞ്ചേരി. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തിൻ്റെ മഹത്വം കൊണ്ട് നമ്മുടെ വീടുകളെ കർത്താവ് നിറയ്ക്കുന്നത് ഓർത്ത് നന്ദി പറയാം. ഇന്ന് കേൾക്കുന്ന മെസ്സേജ് നിങ്ങളുടെ വീടുകളെ, നിങ്ങളുടെ ലൈഫിനെ മാറ്റുകയാണ്. ക്രിസ്തുവിനോടൊപ്പം ആരാണോ ആയിരിക്കുന്നത്, ആ ദൈവസാന്നിധ്യത്തിൽ ആരാണോ ആയിരിക്കുന്നത്, ആ വ്യക്തിയുടെ പഴമയെ മാറ്റി അവനൊരു പുതിയ വ്യക്തിയാകാൻ പോവുകയാണ്. അവനിൽ ഇനി ആ പഴമ കാണത്തില്ല, പുതുക്കം വന്ന ഒരു വ്യക്തിയായിട്ടാണ് മാറുന്നത്. ഇരുട്ടിൽ മൂടപ്പെട്ട അവസ്ഥയിൽ നിന്നും കർത്താവ് ചിലരെ ഇന്ന് പുറത്തു കൊണ്ടുവരിക. ഇന്നത്തെ മെസ്സേജിനെ ഏറ്റെടുത്താട്ടെ. നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ വീട്ടിൽ ഇന്ന് അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നു. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. അടുത്തിരിക്കുന്ന ആളോടൊരു സ്റ്റേറ്റ്മെന്റ് പറ. പരിശുദ്ധാത്മാവ് എവിടെയെങ്കിലും വസിച്ചാൽ അതിന് പഴമ കാണില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് അതിന്റെ യൗവനം പുതുകി വരുന്നത്. കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. 52 ഞാൻ 32 കയറും. യൗവനം പുതുകി വരും. വേണ്ടവർക്ക് എടുക്കാം കേട്ടോ. കഴുകനെ പോലെ പുതുകി വരും, കഴുകനെ പോലെ പുതുകി വരും. അത് ചിറകടിച്ചുയരും, ചിറകടിച്ചുയരും, ചിറകടിച്ചുയരും. അടുത്തിരിക്കുന്ന 2 പേരോട് പറ. പരിശുദ്ധാത്മാവ് വസിച്ചാൽ പഴമ കാണുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാഴും ശൂന്യമായ അവസ്ഥ കാണുകയില്ല. പാഴാണ്, പക്ഷേ അതിനെയാണ് മനോഹരമായ ഏദനമാക്കി മാറ്റിയത് ദൈവം. പാഴായത് ഏദനാകും. പറ, പാഴായത് ഏദനാകും, പാഴായത് ഏദനാകും. കൂടെ ഉണ്ടെങ്കിൽ പറ, പാഴായത് ഏദനാകും. ഭൂമിയിൽ ഇത്ര മനോഹരമായൊരു തോട്ടമില്ല. ഭൂമിയിൽ ഇത്ര മനോഹരമായ എന്ന് പറഞ്ഞാൽ ഇതുവരെ ഇത്ര മനോഹരമായത് കണ്ടിട്ടില്ല എന്ന് പറയുന്ന വിധത്തിൽ നിന്റെ വീട് പുതുക്കപ്പെടും, നിന്റെ ജീവിതം പുതുക്കപ്പെടും, നീ പുതുക്കപ്പെടും, നിന്റെ ശുശ്രൂഷ പുതുക്കപ്പെടും, നിന്റെ ആത്മീയ ജീവിതം പുതുക്കപ്പെടും, നിന്റെ ആരോഗ്യം പുതുക്കപ്പെടും. കൂടെ ഉണ്ടെങ്കിൽ കൈകളടിച്ച് യേശുവിനെ ആരാധിക്കേ. ഒരാളോട് കൈ കൊടുത്തു പറ, ചിലതുളവാകും, ചിലതുണ്ടായി വരും. നോക്ക, പരിശുദ്ധാത്മാവ് വസിച്ചാൽ പഴയ മനുഷ്യൻ പുതിയ മനുഷ്യനായി, ശൗല് പുതിയ സൃഷ്ടിയായി, ഞാൻ പുതിയ സൃഷ്ടിയായി, ആള് മാറിയവനെ പോലെയായി. കഴിഞ്ഞില്ല, മരുഭൂമി ഉദ്യാനമായി മാറി. അടുത്തിരിക്കുന്നവരോട് പറ, മരുഭൂമി ഉദ്യാനമായി മാറി.
യെശയ്യാവ് 32:15 ഞാൻ പറഞ്ഞു, മരുഭൂമി ഉദ്യാനമായി മാറി. കൈകളടിച്ചു ഹല്ലേലൂയ പറ. ഞാനൊരു ദൂത് പറയട്ടെ. പരിശുദ്ധാത്മാവിനും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾക്കുമെതിരെ വലിയ എതിരുകൾ എഴുന്നേൽക്കും. ഒരു ഹല്ലേലൂയ പറ. സങ്കടം തോന്നും. കർത്താവ് ചെയ്തതാണല്ലോ, ആളുകൾ ഇങ്ങനെ എതിരേൽക്കുന്ന എന്താ, എഴുന്നേൽക്കുന്ന എന്താ? നീ ശ്രദ്ധിച്ചോണേ ഞാൻ ഈ പറയുന്നത്. ആ തോന്നുന്ന ആളുകളെ എഴുന്നേൽപ്പിച്ച് ദൈവം ചിലതിനെ തെളിയിച്ചെടുക്കും. ആമേൻ. ഞാൻ നിങ്ങളോട് പറയാം, പരിശുദ്ധാത്മാവിനും ദൈവശക്തിക്കുമായ ആളുകൾ എഴുന്നേൽക്കും. എന്നാൽ അതിനെ വെല്ലുവിളിക്കുന്ന ദൈവപ്രവൃത്തിയുമായി ദൈവസഭ പുറത്തു വരും. ഇനി അടുത്ത വാചകം ശ്രദ്ധിച്ചോണം. സകല മനുഷ്യരും ദൈവാത്മാവിന്റെ ശക്തിയെ തൊടപ്പെടും. സകല ജഡത്തിന് മേലും എന്റെ ആത്മാവിനെ പകരും. അടുത്തിരിക്കുന്നവരോട് പറ, ഇത് ഈ കാലഘട്ടത്തിൽ സംഭവിക്കും. യേശു കർത്താവ് മത്തായി സുവിശേഷം 4:12-13-14 വാക്യങ്ങളിൽ പറയുക, ഹല്ലേലൂയ, അവൻ നസ്രത്ത് വിട്ട് സെബൂലൂന്റെയും നഫ്താലിയുടെയും അതിരുകളിൽ കടൽക്കരയിലുള്ള കഫർനഹൂമിൽ വന്ന് പാർത്തു. യേശുവിന്റെ സാന്നിധ്യം ഒരു പട്ടണത്തിന്റെ കരയിലേക്ക് വന്ന് നിൽക്കുകയാണ്. ദൈവ സാന്നിധ്യം വന്ന് നിൽക്കുക. അടുത്ത വാചകം എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഇരുട്ടിലുള്ള ജനത്തിനെ വലിയൊരു വെളിച്ചമുദിച്ചു. ദൂത് നിങ്ങളോടാ കേട്ടോ. ദൈവ സാന്നിധ്യം എവിടെ ഇറങ്ങി വരുന്നോ അവിടെ കൺഫ്യൂഷനുകൾ തീരും. ചിലരോട് ദൂത് പറയുക, നിന്റെ വീട്ടിലെ കൺഫ്യൂഷനുകൾ തീരും. എങ്ങനെ പോകണം, എന്ത് തുടങ്ങണം, എന്ത് ചെയ്യണം? നോ മോർ കൺഫ്യൂഷൻസ്. കൂടെ ഉണ്ടെങ്കിൽ കൈയടിച്ചോ. ഹല്ലേലൂയ. എങ്ങനെ പോകണം, എന്ത് ചെയ്യണം, എവിടെ ആരംഭിക്കണം, എങ്ങനെ മുന്നേറണം? ചിന്താ കുഴപ്പങ്ങൾ തീരുന്ന ദിവസമാണിന്ന്. ഇന്ന് ഞാൻ പറയുന്നത് കേട്ടിട്ട് ആരെങ്കിലും ഈ ദൂത് ഏറ്റെടുക്കുകയും അവരുടെ ചിന്താ കുഴപ്പങ്ങൾക്ക് ദൈവത്തോട് ചോദ്യം ചോദിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഇന്ന് പകൽ അതിന് മറുപടി ഉണ്ടാകും. ഏത് കുഴഞ്ഞതിന് മേലും എന്ത് തെരഞ്ഞെടുക്കും, എങ്ങനെ തെരഞ്ഞെടുക്കും, എങ്ങനെ തെരഞ്ഞെടുക്കും എന്ന് ചിന്തിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, ആ ചിന്താ കുഴപ്പം മാറിപ്പോകും. കൺഫ്യൂഷനുകൾ തീർന്നു പോകും. കൺഫ്യൂഷനുകൾ തീർന്നു പോകും. അതിന്റെ കാരണം അറിയാവോ? യോഹന്നാൻ 16:14 പറയുക, അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്തു തന്ന് നിങ്ങൾക്ക് അറിയിച്ചു തരും. യേശു പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞതാ. അവൻ എന്ത് ചെയ്യുന്ന? യേശുവിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് പങ്കുവെച്ചു തരുമെന്ന ദൂത് നിങ്ങളോടാ കേട്ടോ. ഇതുവരെ ഇല്ലാത്ത ദൈവിക ജ്ഞാനം ചില ആളുകൾക്കുണ്ടാകും. ഹലോ, അടുത്ത വാചകം നിങ്ങൾ ശ്രദ്ധിച്ചോ. ഇതുവരെ കേൾക്കാത്ത കാര്യങ്ങൾ നിങ്ങൾ കർത്താവിൽ നിന്ന് കേൾക്കും. യേശുവിൽ നിന്ന് നേരിട്ട് കേൾക്കുന്ന ഒരു ജനറേഷൻ എഴുന്നേൽക്കുന്നു. യേശുവിൽ നിന്ന് നേരിട്ട് അറിയുന്ന ജനറേഷൻ എഴുന്നേൽക്കുന്നു. അത് നിന്റെ മേൽ വരുന്നത് ദൈവശക്തിയാ. റിസീവ്, 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 റിസീവ്. വാചകം ശ്രദ്ധിച്ചോണം. കേട്ടത് ശരിയാണോ? അറിഞ്ഞത് ശരിയാണോ? മനസ്സിലാക്കിയത് ശരിയാണോ? അങ്ങനെ ഒരു ചോദ്യം വരത്തില്ല. അങ്ങനെ തന്നെയെന്ന് എഴുന്നേറ്റ് പറയുവാൻ പരിശുദ്ധാത്മാവിനോട് ഇടപെട്ടു. അങ്ങനെ ഒരു കാലഘട്ടം വരുന്നെന്ന, അങ്ങനെ ഒരു കൂട്ടം എഴുന്നേക്കുന്നെന്ന എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. എന്ന് പറഞ്ഞാൽ സംശയം കൂടാതെ ദൈവശബ്ദം പറയുന്ന, ദൈവ ആലോചന പറയുന്നവർ എഴുന്നേൽക്കും. ദൈവിക രഹസ്യങ്ങൾ പങ്കുവെക്കുന്നവർ എഴുന്നേൽക്കും. രഹസ്യങ്ങൾ യേശുവിൽ നിന്ന് കേട്ട് വരാൻ പോകുന്നതും വരുന്നതുമായ രഹസ്യങ്ങൾ പങ്കുവെക്കുന്ന ആളുകൾ എഴുന്നേൽക്കും. എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാവോ? കുറച്ചു നേരം കൂടെ ഞാൻ പ്രവചിക്കട്ടെ. നിങ്ങൾ ആരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടോ? അവിടെ എഴുതിയിരിക്കുന്നത് ഇരുട്ടിലിരുന്നാണ് എഴുതിയിരിക്കുന്നത്. ഡൾ എൻവലപ്ഡ് എന്ന് എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞ ഒരു കവറിനകത്തായി പോകുന്നത് പോലെ, മൂടപ്പെട്ടതുപോലെ, ഇരുട്ടിന്റെ പെട്ടിക്കകത്തായതുപോലുള്ള ആളുകൾ അതിൽ നിന്ന് പുറത്തു വരുമെന്ന് ദൂത് നിങ്ങളോടാ. ഇന്ന് പകൽ നിന്റെ വീട്ടിലെ ചിലത് പുറത്തു വരും. ഈ പകൽ നിന്റെ വീട്ടിലെ ചിലത് പുറത്തു വരും. സുവിശേഷത്തോട് എതിർക്കുന്ന ചിലത് പുറത്തു വരും. നിന്റെ വീട്ടിലെ ചിലത് പുറത്തു വരും. ജസ്റ്റിനെ അശ്വതിയുടെ വീടിനെ പ്രാർത്ഥിക്കണം. ആ മനുഷ്യനെ ഇവിടെ നിന്ന് സാക്ഷ്യം പറയണം. അടച്ചു വെച്ചത് പിശാച് പെട്ടിക്കകത്ത് കൂട്ടി വെച്ചത് സ്വർഗം പുറത്തു കൊണ്ടുവരും. സ്വർഗം പുറത്തു വരും.
ചില വീടുകളെ ദൈവം പുറത്തു കൊണ്ടുവരികയാണ്. അടുത്തിരിക്കുന്നവരുടെ പാക്ക് ചെയ്ത് പൂട്ടി വെച്ചതിനെ ദൈവം പുറത്തു കൊണ്ടുവരികയാണ്. ചങ്ങലകൾ അഴിച്ചു തരുന്നതിന് പുറത്തു കൊണ്ടുവരും. ഇരുട്ടറയിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. ജയിലിൽ നിന്ന് പുറത്തു വരും. ആരോടോ ദൂത് പറയോ, ജയിലിൽ നിന്ന് പുറത്തു വരും. ഇരുട്ടറയിൽ നിന്ന് പുറത്തു വരും. കുഴികൾക്കകത്ത് പുറത്തു വരും. അടുത്ത വാചകം പറയുന്നത്, മരണനിഴലിന്റെ താഴ്വരയിൽ കിടക്കുന്ന ചിലതിനെ പുറത്തു വരും. മരണം പറയുന്ന ചിലത് ആരുടെയെങ്കിലും ശരീരത്തിലോ വീട്ടിലോ ഉണ്ടെങ്കിൽ അത് ഈ പകൽ സൗഖ്യമാകും. മരണം, ഡയബറ്റിക്, ഹാർട്ട് പ്രോബ്ലംസ്, ലങ്സ് പ്രോബ്ലംസ്, നെർവ് പ്രോബ്ലംസ്, നിങ്ങളുടെ പ്രശ്നം ഏതാണോ മരണത്തിലേക്ക് നിങ്ങളെ വഴി നടത്താൻ നോക്കുന്നത്, ഇന്ന് പകൽ അത് പൊട്ടിപ്പോകും. മരണത്തിന്റെ നിഴൽ നിങ്ങളിൽ നിന്ന് ഓടിപ്പോകും. മരണത്തിന്റെ നിഴൽ ഓടിപ്പോകും. മരണം നീങ്ങി, ജീവൻ വന്നിരിക്കുന്നു. മരണം നീങ്ങി. നിന്റെ ബിസിനസ് മരിച്ചു, ജീവിക്കാൻ പോകുന്നു. നിന്റെ ജോലി നശിച്ചു, ജീവിക്കാൻ പോകുന്നു. നിന്റെ ഫാമിലി മരിച്ചു, ജീവിക്കാൻ പോകുന്നു. എവിടെയാണ് നിന്റെ വീട്ടിൽ മരണം വന്നിരിക്കുന്നത്, അവിടെ ജീവൻ ഉണ്ടാകാൻ പോകുന്നു. സമൃദ്ധി ഉണ്ടാകാൻ പോകുന്നു. ജീവൻ ഉണ്ടാകാൻ പോകുന്നു. എനിക്ക് ഇഷ്ടമുള്ളൊരു വാചകം പറയട്ടെ. മത്തായി 14:32 വാചകം. അവർ പടകിൽ കയറിയപ്പോൾ കാറ്റമർന്നു. സംഭവം അറിയാവോ? യേശു കർത്താവ് കടലിൽ നടന്ന്, യേശു കർത്താവിന്റെ കൂടെ പത്രോസും നടന്ന് അവർ വഞ്ചിയിലേക്ക് കയറുക. വേദപുസ്തകം പറയുന്നത്, അവർ വഞ്ചിയിലേക്ക് കയറിയപ്പോൾ, സാന്നിധ്യം വഞ്ചിക്കകത്ത് കയറിയപ്പോ കാറ്റമർന്നു, അല്ലെങ്കിൽ ശാന്തതയുണ്ടായി. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ ചിലരോട് ദൂത് പറയുക, നിന്റെ വീട്ടിലെ കാറ്റ് ഇന്ന് അവസാനിക്കും. നിന്റെ വീട്ടിലെ കാറ്റ് ഇന്ന് തീരും. നിന്റെ വീട്ടിലെ കാറ്റും കോളും ഇന്ന് അവസാനിക്കും. ചിലരെ നോക്കി പ്രവചിച്ച് പറയുക, നിന്റെ വീട്ടിലെ കാറ്റും കോളും ഇന്ന് തീരും. ഒരു ബ്രേക്കിട്ട് വണ്ടി നിൽക്കുന്നത് പോലെ നിന്നു പോകും. നിന്റെ വീട്ടിൽ ഇതുവരെ ഇല്ലാത്ത സമാധാനം ഉണ്ടാകും. യേശുവാണ് ശുശ്രൂഷകരായി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരോട് പറയുന്നത്. അതേ കർത്താവാണ് പറയുന്നത്, ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ചിലത് നിങ്ങൾ ചെയ്തെടുക്കും. പരിശുദ്ധാത്മാവ് എവിടെയെങ്കിലും ചെന്നാൽ അതിന് പർപ്പസ് ഉണ്ട്. യേശുവിനെ അതുവരെ ആർക്കും അറിയത്തില്ല. 30 വയസ്സ് വരെ യേശു ജീവിച്ചിരുന്നു. അവൻ ചെയ്തതൊന്നും ആർക്കും അറിയത്തില്ല. പക്ഷേ യേശുവിന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നതോടുകൂടെ അവന്റെ ശ്രുതി ലോകം മുഴുവനും ചലിച്ചു. ദൂത് നിങ്ങളോടാണ്. സാന്നിധ്യം വന്നാൽ നിന്റെ പേര് ലോകമറിയും. ചില ലോകമറിയുന്നവർ എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ. എനിക്കൊരു ഏഞ്ചലിനെ കാണാം. ആ ഏഞ്ചലിന്റെ പ്രത്യേകത പറയാം. ആ ഏഞ്ചലിന്റെ സാമീപ്യം ഉണ്ടായാൽ ആളുകളുടെ പേര് പ്രശസ്തിയിലേക്ക് വരും. ചിലരെ അത് തൊടും. ഇന്ന് പകൽ ചിലരെ ഈ പകൽ അത് തൊടും. എന്റെ കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചു ആമേൻ പറ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ശക്തി വന്നപ്പോ യേശുവിനെ അത് മരുഭൂമിയിലേക്കാണ് നടത്തിയത്. എന്ന് പറഞ്ഞാൽ, എവിടെയാണോ മനുഷ്യനാശി തോറ്റുപോയത് അവിടേക്ക് ദൈവം തൻ്റെ പുത്രനെ പരിശുദ്ധാത്മാവ് നടത്തി. എന്ന് പറഞ്ഞാൽ, നിങ്ങൾ തോറ്റുപോയ ചിലതിൻ്റെ മുകളിൽ എൻ്റെ ദൈവം അസാധാരണ ജയം തരുന്ന, സൂപ്പർ നാച്ചുറലായ വിടുതൽ തരുന്ന. ഇവിടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചൊരു ഹല്ലേലൂയ പറ. എന്നെ കാണിച്ചൊരു വെളിപ്പാട് പറയാം. പലരുടെയും ആത്മീയ അനുഭവങ്ങളുടെ മേൽ ഒരു ചാരം വന്ന് മൂടിയതുപോലെ മങ്ങിപ്പോയി. എന്നാൽ പരിശുദ്ധാത്മാവിനോട് പറയുക, ചാരം നീങ്ങിയിട്ട് തിളക്കമുള്ളവരാകുന്നത് പോലെ ദൈവം ചിലരെ തിളക്കമുള്ളതാക്കുകയാണ്. ആമേൻ. ചിലരുടെ ചാമ്പൽ നീങ്ങുകയാണ്. മങ്ങിപ്പോയത് നീങ്ങുകയാണ്. മൂടിപ്പോയത് നീങ്ങുകയാണ്. ദൈവം അവരെ തിളക്കമുള്ളവരാക്കുന്നു. ചിലരെ തിളങ്ങുമാറാക്കുന്നു. കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറ. ശബ്ദം ഹല്ലേലൂയ പറ. വണ്ടർഫുൾ ജീസസ്. ചിലത് വരുന്നു, ചിലത് വരുന്നു,
ചിലത് വരുന്നു. കുറച്ചു നേരം കൂടെ പ്രവചിക്കട്ടെ. കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാമോ? എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 36:25 മുതലുള്ള വാക്യങ്ങൾ. ഞാൻ നിങ്ങളുടെ മേൽ എൻ്റെ ആത്മാവിനെ അയക്കും. ഹല്ലേലൂയ. എന്തു സംഭവിക്കുന്നു അറിയോ? ആദ്യത്തെ കാര്യം പറയുന്നത് നിങ്ങളുടെ ഇടയിൽ നിന്ന് മാറിപ്പോകും. അതിലെല്ലാം പറയാൻ എനിക്ക് വയ്യ. ചിലരുടെ നിന്ന് നീങ്ങുന്ന വശമാണ്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ആദ്യം ചെയ്യുന്ന കുറെ കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ എഴുതിയിരിക്കുക, നിന്നയെ ഞാൻ മാറ്റിക്കളയും. എങ്ങനെ നിന്ന നീറുന്ന പറയുന്നേ? എന്റെ തൊട്ട് താഴെ എഴുതിയിരിക്കുക, ഞാൻ അവർക്ക് ഫലവൃദ്ധിയായ അനുഭവങ്ങളെ കൊടുക്കും. ഞാൻ നിങ്ങളോട് പറയാം, നിന്ദകൾ വരുന്ന വിധങ്ങൾ പലവിധമാണ്. നിങ്ങളുടെ വീട്ടിലെ നിന്ന നിങ്ങൾ പറയുന്നത് ആളുകൾ പറഞ്ഞുണ്ടാക്കി നിന്ന, അത് അവിടെ നിൽക്കട്ടെ, അത് പോട്ടെ, നിൽക്കട്ടെ എന്ന് പറയുന്നില്ല, മാറിപ്പോട്ടെ. പക്ഷേ നിന്നകൾക്ക് 100 വിധങ്ങളുണ്ട്. ഇത്രയും നാള് അധ്വാനിച്ചിട്ടും ഒന്നുമില്ലാത്തതും നിന്നയാണ്. ആ നിന്നയുടെ വിവിധമായ പല ക്യാരക്ടറുകൾ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ പൊട്ടിപ്പോകും. നിങ്ങളുടെ വീട്ടിലെ നിന്ന നീങ്ങിയിട്ട്, നിങ്ങളുടെ വീട്ടിലെ നിന്ന നീങ്ങിയിട്ട്, നിങ്ങളുടെ വീട്ടിലെ ഷെയിം നീങ്ങിയിട്ട് നിങ്ങൾക്ക് മഹത്വമുള്ള ദൈവപ്രവൃത്തി ഉണ്ടാകാൻ പോകുന്നു. നിന്ന് നീങ്ങുന്ന ഒരു വലിയ പ്രവൃത്തി പറയാം. അവിടെ എഴുതിയിരിക്കുന്നത് ഫലസമൃദ്ധി ഉണ്ടാകും. എല്ലായിടത്തും പറഞ്ഞേ ഫലമുണ്ടാകും. അടുത്തിരിക്കുന്നവരുടെ കൈ കൊടുത്ത് പറഞ്ഞേ ഫലമുണ്ടാകും. വേറെ ഭാഷയിൽ പറയാം, വേറൊരാളോട് പറ, റിസൾട്ട് ഉണ്ടാകും. റിസൾട്ട് ഇല്ലായ്മ ചിലരുടെ വീട്ടിലെ നിന്നയാണ്. എന്നാൽ ശുശ്രൂഷയിൽ റിസൾട്ട് ഉണ്ടാകും. ഓ അധ്വാനിച്ചിട്ട് ഫലമില്ല എന്ന് പറയുന്നവർക്ക് റിസൾട്ട് ഉണ്ടാകും. പഠിച്ചിട്ട് റിസൾട്ട് ഇല്ല എന്ന് പറയുന്നവർക്ക് റിസൾട്ട് ഉണ്ടാകും. ജോലിയിൽ റിസൾട്ട് ഇല്ല എന്ന് പറയുന്നവർക്ക് റിസൾട്ട് ഉണ്ടാകും. ഓ ആളുകൾ നിന്ദിക്കപ്പെടുന്ന, അയ്യോ PhD ഉണ്ട് കയ്യില്, പക്ഷേ റിസൾട്ട് ഇല്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഒരു ഉപയോഗവും ഉണ്ടാകുന്നില്ല. ഈ മാസം സംഭവിക്കും അത്, ഈ ആഴ്ചയിൽ സംഭവിക്കും അത്. നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ നിങ്ങൾക്ക് സ്ഥലമുള്ള സ്ഥലത്തേക്ക് നീങ്ങിയിട്ട് പറ, ഞാൻ റിസൾട്ടിലേക്ക് കയറുകയാണ്. ഞാൻ ഒത്തിരി അധ്വാനിക്കുന്നുണ്ട്. രാവിലെയും വൈകിട്ടും ഞാൻ സമയം നോക്കിയല്ല കർത്താവിന് സുവിശേഷം പ്രസംഗിച്ചത്, ശരീരം നോക്കിയും പ്രസംഗിച്ചില്ല. എനിക്ക് ചിലയിടത്ത് ഇനിയും റിസൾട്ടുകൾ ആഗ്രഹമുണ്ട്. ഞാൻ ഈ പകൽ റിസൾട്ടുകളിലേക്ക് കയറുകയാണ്. ഫ്രൂട്ട്ഫുൾനെസ്സിനകത്തേക്ക് വരികയാണ്. 2 കായോ 4 കായോ ഉണ്ടായാൽ അത് ഫലസമൃദ്ധിയല്ല, അളവില്ലാതെ വണ്ണം ഫലം ഉണ്ടാകുകയാണ്. ഈ ദിവസങ്ങളിൽ കർത്താവ് അവൻ്റെ വാഗ്ദത്തങ്ങളെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ നമ്മളോട് അറിയിക്കുകയാണ്. കർത്താവ് ചെയ്യാൻ പോകുന്നത് ക്രിസ്തുവിലായിരിക്കുന്ന ഒരു വ്യക്തിയുടെ നിന്ന് മാറിയിട്ട് ദൈവത്തിൻ്റെ മഹത്വം അനുഭവിക്കാൻ പോവുകയാണ്, സമൃദ്ധി അനുഭവിക്കാൻ പോവുകയാണ്. ഇതുവരെ റിസൾട്ട് ഇല്ലാതിരുന്ന ഇടത്ത് വലിയ ഫലത്തെ അല്ലെങ്കിൽ റിസൾട്ടിനെ, സമൃദ്ധിയുടെ അല്ലെങ്കിൽ ഏത് മേഖലയിലാണോ ഫലമില്ലാതായിരിക്കുന്നത്, റിസൾട്ട് ഇല്ലാതായിരിക്കുന്നത്, ആ ഫലത്തെ അനുഭവിക്കുന്ന നാളുകളാണ്. നിങ്ങളിനിയും സാധാരണ വ്യക്തിയെ പോലെ ആകത്തില്ല. ഇത് ദൈവമക്കളുടെ സമയമാണ്. കർത്താവ് പറഞ്ഞ ഓരോ വാക്കുകളെയും ഏറ്റെടുത്താട്ടെ. വലിയ അത്ഭുതങ്ങളെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നമുക്ക് സാക്ഷ്യങ്ങളിലേക്ക് പോകാം. ബ്രദറെ, ഈ കുടുംബത്തിലെ 2 പേർക്കും കർത്താവ് ചെയ്ത വലിയൊരു അത്ഭുത സാക്ഷ്യങ്ങളുമായിട്ടാണ് ഇന്ന് നമ്മുടെ മുൻപിലായിരിക്കുന്നത്. മകളുടെ പേര് ചന്ദന. പൂവാർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നുമാണ് വരുന്നത്. ഈ മകൾ ജനിച്ച സമയം മുതൽ, അതായത് കഴിഞ്ഞ 19 വർഷമായിട്ടും ഈ മകൾക്ക് ശ്വാസമുട്ടലുണ്ടായിരുന്നു. ഡോക്ടറെ കാണിച്ചിരുന്നു. ഡോക്ടർ പറഞ്ഞത് ഈ മെഡിസിൻ കഴിക്കുക എന്നാണ് പറഞ്ഞിരുന്നത്. ഈ മകൾ പറയുന്നത് മെഡിസിൻ കഴിക്കുമ്പോൾ കുറയും, പിന്നെ വീണ്ടും ഈ പ്രോബ്ലം വീണ്ടും ഉണ്ടാകും. എന്നാൽ ഈ മകൾ കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ ആദ്യമായി നമ്മുടെ ചർച്ചിലേക്ക് വന്നു. ബ്രദർ അങ്ങോട്ട് തന്നെ ഈ മകളോട് ആലോചന പറഞ്ഞു. അന്ന് മുതൽ ശ്വാസമുട്ടലില്ല, കർത്താവ് പൂർണ്ണമായി സൗഖ്യമാക്കി എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. എന്ത് പേര് പറഞ്ഞേ? ചന്ദന. ചന്ദന. ഓക്കെ, ചന്ദന, സത്യമാണോ ഈ പറഞ്ഞേ? എത്ര നാളായിട്ട് മോൾക്ക് ശ്വാസമുട്ടലുണ്ടായിരുന്നു? കുഞ്ഞിലെ തൊട്ടേ ഉണ്ട്. നിനക്ക് ഓർമ്മിക്കുമ്പോ മോൾക്ക് ശ്വാസമുട്ടലുണ്ട്? ഉണ്ട്. അന്ന് മുതൽ മരുന്ന് കഴിക്കുക? മരുന്ന് കഴിക്കും, അപ്പോ കുറയും, പിന്നെ വരും. എന്ന് പറഞ്ഞാൽ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ,
5 മാസമായിട്ട് ഇപ്പൊ ശ്വാസം മുട്ടലില്ല. ഇല്ല. അതെ, എഴുന്നേറ്റ് വന്നിട്ട് നല്ല കൈയടി കൊടുത്തേ. ഗ്രേറ്റ് വൺ. ഇത് ദൈവത്താലല്ല, ഒന്നും കഴിയത്തില്ലല്ലോ. നമ്മുടെ ചുണയായി കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ 6 വർഷമായിട്ട് ഈ മകൾക്ക് നിവർന്ന് കിടക്കാൻ പറ്റത്തില്ലായിരുന്നു. അന്ന് തന്നെ ബ്രദർ പറഞ്ഞു ഈ മകൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, കർത്താവ് സൗഖ്യമാക്കുവാണെന്ന് പറഞ്ഞു. ചന്ദന, നിനക്ക് നിവർന്ന് കിടക്കാൻ പറ്റത്തില്ലായിരുന്നോ? എന്തുവായിരുന്നു പ്രശ്നം? നിവർന്ന് കിടക്കുമ്പോൾ ബാക്ക് വേദന, ഉറങ്ങാൻ പറ്റൂല, കുറച്ചു നേരം കിടക്കും തിരിഞ്ഞു മറിഞ്ഞു. എന്നാ നിവർന്ന് മോൾക്ക് കിടക്കാൻ, മലർന്ന് കിടക്കാൻ ഒക്കത്തില്ല, ഈ പുറവശം മുട്ടത്തില്ല, അങ്ങനെയാന്നോ? എങ്ങനെയാ പറ, നീ തന്നെ പറ. ഈ വശം മുട്ടത്തില്ല, ബെഡിനോട് ചേരത്തില്ല, വളഞ്ഞിരിക്കും, പറ്റും, തിരിഞ്ഞു മറിഞ്ഞു കറക്റ്റാ കിടക്കാൻ ഒക്കത്തില്ല. ശരിയാണോ അമ്മ ഈ പറയുന്നത്? അന്ന് മുതലേ അമ്മ ഈ മോൾക്ക് ജന്മനാൽ ശ്വാസം മുട്ടലുണ്ട്? വിഴുന്നിട്ടുണ്ട്, കമന്ന് വിഴുന്നിട്ടുണ്ട്. അതിനുശേഷം ഇങ്ങനെ ശ്വാസം മുട്ടൽ. കമിഴ്ന്ന് വീണ നിമിഷം മുതലേ. ഓക്കെ. 2. അപ്പൊ ഈ മോൾക്ക് നിവർന്ന് കിടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ശരിയാ, 6 വർഷത്തോളമായി. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. അടുത്ത സാക്ഷി എന്ന് പറയുന്നത് ഈ മകൾ കഴിഞ്ഞ വർഷം BSc നഴ്സിംഗിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അഡ്മിഷൻ ലഭിച്ചിരുന്നില്ല. എന്നാൽ ഈ മകൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം കഴിഞ്ഞ ആഴ്ച ഈ മകൾക്ക് അഡ്മിഷൻ ലഭിച്ചു എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. 3 വലിയ കാര്യം അല്ലെ? ഒന്ന് ചുണയായിട്ട് കൈയടിച്ച് യേശു ചെയ്ത നന്മകൾ. അതിനോടൊപ്പം തന്നെ ഈ മകൾക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കൗണ്ട് കുറഞ്ഞ പനി ഉണ്ടായിരുന്നു. മകള് പറയുന്നത് ചർച്ചിലെ ലീഡേഴ്സിനെ വിളിച്ചു പ്രാർത്ഥിച്ചു, അന്ന് തന്നെ ആ പ്രയാസം മാറിപ്പോയി, കൗണ്ട് നോർമലിലേക്ക് വന്നു എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. അടുത്ത സാക്ഷ്യം അമ്മയുടെയാണ്. അമ്മയുടെ പേര് ഗീത. കഴിഞ്ഞ 5 വർഷത്തോളമായിട്ട് അമ്മയ്ക്ക് ഇടത് ഷോൾഡറും ഇടത് സൈഡിലെ ഹിപ്പിലും പ്രയാസമായിരുന്നു, ഒത്തിരി വേദനയായിരുന്നു. അമ്മ പറയുന്നത് അന്ന് തന്നെ ആ വേദന മാറിപ്പോയി എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. വാ, അമ്മ പറഞ്ഞ അമ്മയ്ക്ക് എന്തുവായിരുന്നു പ്രശ്നം? ഇടുപ്പ് വേദനയായിരുന്നു ഈ സൈഡില്, അതുപോലെ ഇങ്ങനെ കഴുത്തിന് ഇങ്ങനെ വേദന എടുത്ത് ഇങ്ങനെ വരുമായിരുന്നു. എത്ര നാളായിട്ട്? 5-6 വർഷം വരും. അപ്പം ബ്രദർ ഇങ്ങനെ പറഞ്ഞത്. അതിനുശേഷം പിന്നെ കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ദൈവം ചെയ്യുന്ന ഉപകാരത്തിന് നന്ദി പറയാം. താങ്ക് യു വെരി മച്ച്. ബ്ലെസ് യു. മിറക്കിൾ സൺഡേ തൃശൂരിൽ മാർച്ച് 2 രാവിലെ 10:30 മുതൽ. സ്ഥലം താണ്ടിയേക്കൽ കൺവെൻഷൻ സെന്റർ, എലൈറ്റ് ഹോസ്പിറ്റലിന് സമീപം, കുറുക്കഞ്ചേരി. കർത്താവിൻ്റെ പ്രവൃത്തികൾക്കായി നന്ദി പറയുകയാണ്. ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. നിന്ന് മാറി ദൈവത്തിൻ്റെ പ്രവൃത്തിയെ അനുഭവിക്കുന്ന ദിവസങ്ങളാണിത്. നിങ്ങളുടെ വീടുകളിൽ അതിനെ പ്രതീക്ഷിച്ചാട്ടെ, അതിനെ സ്വപ്നം കണ്ടാട്ടെ. ഇതുവരെ ഏത് മേഖലയിൽ നിന്ദിക്കപ്പെട്ടോ അപമാനിക്കപ്പെട്ടോ അല്ലെങ്കിൽ ഫലമില്ലാതെയോ ചെയ്തതിന് പ്രയോജനമില്ലാതെയോ ആണ് ആയിരിക്കുന്നത്. എന്നാൽ റിസൾട്ടിനെ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ നിന്നെ മാറ്റുന്ന ആ ദൈവപ്രവൃത്തി ആ വീടുകളിൽ ചലിക്കുകയാണ്. കർത്താവ് ഈ കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ചലിക്കട്ടെ അപ്പാ. അവിടുത്തെ പ്രവൃത്തികൾ കൊണ്ട് നിറയട്ടെ അപ്പാ. യേശുവേ, ആ നിന്ദിക്കപ്പെട്ട ഓരോ ഇടത്തും ദൈവത്തിൻ്റെ മഹത്വം അനേകർ കാണുവാനിടയാകട്ടെ. എന്നെ കാണുന്ന കുടുംബങ്ങളിൽ രോഗികളായിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. അതേപോലെ തന്നെ തൻ്റെ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഒത്തിരി കടം വാങ്ങിച്ചു, മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും ലോണുകളെടുത്തും ബാങ്കിൽ നിന്നും. പക്ഷേ ഇതുവരെ ആ കാര്യത്തിന്മേൽ ഒരു ഫലമുണ്ടായില്ല, അതിന്മേലൊരു റിസൾട്ട് ഉണ്ടായില്ല. താൻ മുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് തോന്നുന്ന വിധത്തിലാണ് ആയിരിക്കുന്നത്. എന്നാൽ കർത്താവിൻ്റെ അത്ഭുത കരം ആ വ്യക്തിയെ തൊടുന്നത് കാണാം. ഫലമില്ലാതിടത്ത് നിന്നും, ഒരു റിസൾട്ടുമില്ല എന്ന് പറയുന്നിടത്ത് നിന്നും റിസൾട്ടിനെ കൊണ്ടുവരികയാണ്. ആ റിസൾട്ടിനെ കർത്താവ് വിളിച്ചു വരുത്തുകയാണ്. ആ അനുഭവത്തെ കർത്താവ് വിളിച്ചു വരുത്തുകയാണ്. ആ കുടുംബത്തെ കർത്താവ് നിന്നയിൽ നിന്നും ദൈവത്തിൻ്റെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരികയാണ്. കർത്താവേ, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നപ്പാ, നന്ദി പറയുന്നു കർത്താവേ, നന്ദി പറയുന്നു കർത്താവേ. അതേപോലെ പൂക്കളുടെ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയെ കർത്താവ് തൊടുന്നത് കാണാം. ആ വ്യക്തിയുടെ ലൈഫിൽ ഇതുവരെ ഇല്ലാത്ത ചില ആശയങ്ങളെ കർത്താവ് കൊണ്ടുവരുന്നത് കാണാം. അടുത്ത പടിയിലേക്ക് കർത്താവ് ഉയർത്തുകയാണ്. നിൻ്റെ കൃപയ്ക്കായി സ്തോത്രം അപ്പാ. അവിടുത്തെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു, അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഒരു കൈ ഉയർത്തുന്നതിൽ പ്രയാസമുള്ള ഒരു വ്യക്തിയെ കർത്താവ് തൊടുന്നത് കാണാം.
ആ കൈയുടെ ഷോൾഡറിനോട് ചേർന്ന മസിലുകളിൽ ബലക്കുറവ് തോന്നുകയാണ്. കൈ ഉയർത്താൻ കഴിയുന്നുണ്ട്, പക്ഷേ വളരെ പ്രയാസത്തോടാണ് ആയിരിക്കുന്നത്. അദ്ദേഹം ചെറുപ്പമാണ്. ദൈവത്തിൻ്റെ കൃപ ചലിക്കുന്നത് കാണാം, സൗഖ്യം ചലിക്കുന്നത് കാണാം. അപ്പോൾ അതിൻ്റെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു. യേശുവേ, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. എന്നെ കാണുന്ന കുടുംബങ്ങളിൽ അപ്പാ നിൻ്റെ അത്ഭുതങ്ങളെ ചെയ്യുന്നതിനായി സ്തോത്രം അപ്പാ. ഇവരോട് സംസാരിച്ച ദൈവത്തിൻ്റെ വചനങ്ങൾക്കായി നന്ദി പറയുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ച വിഷയത്തിന്മേലെല്ലാം ദൈവത്തിൻ്റെ കൃപ ചലിച്ചതിനായി സ്തോത്രം. പ്രാർത്ഥന കേൾക്കും യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ സ്നേഹത്തിലും നിറവിലുമായിരിക്കാം. ഗോഡ് ബ്ലെസ് യു.